ബിഗ് ബോസ് വെച്ചിട്ട് എപ്പോഴും ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്തിട്ട് ആ. എന്റെ നിശ്ചയത്തിന് വന്നില്ല. ആ. എന്റെ ബാച്ചലേഴ്സ് പാർട്ടിക്കും എന്റെ മനസ്സമ്മതത്തിനൊന്നും ആ. പുള്ളിക്കാരൻ വന്നില്ല. അപ്പൊ കല്യാണത്തിന് വരുന്നു, പള്ളിയിൽ വരുന്നു, ഉം. പിന്നെ നോക്കുമ്പോൾ ആളെ കാണാനില്ല. അന്ന് നൈറ്റ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ആ. അദ്ദേഹത്തിന് ഇന്ന് വരാറുന്നല്ലോ. ഐ മീൻ അതെ. ആ ഒരു പരിപാടിക്കെങ്കിലും വരാം. ആ. അപ്പോൾ നമുക്കത് ഭയങ്കര ഹേർട്ടായിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കി അർജുൻ എന്ന് പറയുന്നത് വളരെ കാമാൻ കോയിട്ടായിട്ട് മാത്രം പോകാൻ ആഗ്രഹിക്കുന്ന, ഒരു പ്രശ്നങ്ങളിനകത്ത് ഇടപെടാൻ താല്പര്യമില്ലാത്ത, ഉം. സ്വന്തം ഞാൻ എന്റെ കാര്യം നോക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം മേ ബി പുള്ളി ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ അനുമോള് ഒരു കുലസ്ത്രീ ആയിട്ടാണ് ബിഗ് ബോസിൽ കംപ്ലീറ്റ്ലി നിൽക്കുന്നത്. ഉം. മേ ബി പുള്ളിക്കാരത്തിന് ചിന്തിക്കുന്നുണ്ടാവാം ഉം. ഇങ്ങനൊരു സാധനം അടിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകർ. അപ്പൊ ഇവരിത് പ്രിപ്പയർ ചെയ്ത് വന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് ഇപ്പൊ ആരും ജിസൈലിന്റെ ഇഷ്യൂ അല്ലേ, എനിക്ക് തോന്നുന്നു അനുമോൾ ഇപ്പൊ വേറെ ലവ് കോംബോ ഉണ്ടെങ്കിൽ തന്നെയും, ഉം. അതായത് ഇപ്പൊ ബിഗ് ബോസിൽ ഇപ്പൊ നമ്മൾ വേറെ ഒരു കോംബോ കാണുന്നില്ല, Yeah. ഏത് കോംബോ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും Yeah. അനുമോൾ ഈ സാധനോട് അടിക്കും. സ്ത്രീകളെയും കുട്ടികളെയും ഫോക്കസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി എതിർക്കുന്നതാണ് ലക്ഷ്മിയുടെ അവരുടെ ഒരു കൂട്ടായ്മ പറയുന്നത്. ആദില നൂറ അങ്ങനെ ഒരു ടോപ്പിക്കോട് ഓപ്പൺ ചെയ്തിട്ടില്ല അല്ലേ, വെറുതെ ഇരുന്ന പിള്ളേരാണ്. അപ്പൊ ലക്ഷ്മി എന്താണ് ചിന്തിച്ചത്? ഈ സാധനം ലക്ഷ്മി പഠിച്ചു വന്നേക്കിയ. അതായത് ഇപ്പൊ ലക്ഷ്മിയുടെ വീട്ടിൽ അങ്ങനെ ഒരു ഫാമിലി അങ്ങനെ ഒരാളുണ്ടായി, അവർ വേറെ ആരുടെയും വീട്ടിൽ കയറ്റണ്ടേ? അല്ല അവരെല്ലാവരും വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കണോ? അവര് പൊതുസമൂഹത്തിന്റെ മുന്നിലും ബിഗ് ബോസിനകത്തും മറ്റുള്ള മത്സരാർത്ഥികളുടെ അടുത്ത് ലക്ഷ്മി എടുത്ത് ഒന്നുമേ അവര് പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ എന്തിനാ ലക്ഷ്മി ഇത് പറഞ്ഞു? അപ്പൊ എന്റെ വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാലും, ഞങ്ങളുടെ വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാലും, ആരുടെയും വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാലും അത് തെറ്റ് തന്നെയാണ്. 2-3 ഇഷ്യൂ ഇതേപോലെ ഒട്ടുമേ ക്വാളിറ്റി ഇല്ലാണ്ട്, ഇപ്പൊ ലക്ഷ്മി പറഞ്ഞ ആദില നൂറ ഇഷ്യൂ, അല്ലെങ്കിൽ ഒണിയലിന്റെ കാര്യത്തിൽ ലക്ഷ്മി മസ്താനി സ്വീകരിച്ച കാര്യങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ അതിനു മുമ്പേ ആര്യൻ ജിസേലിന്റെ കാര്യത്തിൽ അനുമോള് എടുത്ത നിലപാട്, ഇതൊക്കെ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നൊരു സീസണിൽ 5-6 സീസൺ ഉണ്ടാകേണ്ട കുൽസിതങ്ങളെല്ലാം കൂടെ ഒറ്റ സീസണിൽ അങ്ങ് അടിച്ചു വെച്ചിട്ട്. ബിഗ് ബോസിൽ പലതരം റീ എൻട്രികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രത്തോളം പ്രേക്ഷകർ കാത്തിരുന്നൊരു റീ എൻട്രി വേറെ ആൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. വരവ് അത്രത്തോളം മാസമായിരുന്നു, രാജകീയമായിരുന്നു, കാട്ടുതീയായിരുന്നു. ഒരിക്കൽ കൂടി വിശേഷങ്ങളായിട്ട് എത്തുകയാണ്. സിജോ ബ്രോ നമസ്കാരം. തുടക്കത്തിൽ മറ്റേ ആക്ച്വലി എനിക്ക് തോന്നുന്നു റീ എൻട്രിയിൽ അത്രത്തോളം പ്രേക്ഷകർ വെയിറ്റ് ചെയ്തൊരു റീ എൻട്രി വേറെ ആൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയം. ഹെൽത്ത് ഇഷ്യൂ അങ്ങനെ സർജറി ഒക്കെ വന്നതിന്റെ ഒരു ബേസിസ് അങ്ങനെ ആയിരിക്കാം. അത് മാത്രമല്ല, അവിടെ എന്താ പറയുക, അത്രത്തോളം കോണ്ടന്റ് കൊടുക്കുന്ന ഒരാൾ പെട്ടെന്ന് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നു, ഫിസിക്കൽ അസോൾട്ട് ആയിട്ട് പുറത്ത് പോകേണ്ടി വരുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പരിക്ക് പറ്റിയിട്ട് വിഷമിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് അല്ല, ഐ മീൻ കണ്ടസ്റ്റന്റ് ഓർത്ത് വിഷമിക്കുന്ന ഒരു സംഭവം ഉണ്ടാവുന്നത് അവിടെ അപൂർവമായിരുന്നു അല്ലേ? ആ ഒരു ഭാഗ്യം കിട്ടിയിട്ട് എനിക്കൊന്ന് സംഭവം പറ്റിയാലെന്താ സപ്പോർട്ട് കിട്ടിയെന്നുള്ള ഒരു സാധനം. നമ്മളിപ്പോ ആ സമയത്ത് എല്ലാവർക്കും ഒരു ഇതായിരിക്കുമല്ലോ, സങ്കടം സഹതാപമൊക്കെ ആയിരിക്കും. ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞല്ലോ, അപ്പം മിക്ക അതൊക്കെ വിടും, അവർക്ക് വേറെ പണിയുണ്ടല്ലോ. എനിക്ക് മാത്രമാണല്ലോ അത് നമുക്ക് ഇപ്പോഴും നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടൊക്കെ വരിക. അപ്പൊ ചില ആൾക്കാർ എനിക്ക് പേഴ്സണൽ എടുത്ത് പറയാറുണ്ട്, നടി കിട്ടിയാലെന്താ, അടി കിട്ടിയോണ്ട് നിനക്ക് ഇപ്പോഴും ഞങ്ങൾ ഓർത്തിരിക്കും. അപ്പൊ ഒരു ദിവസം എപ്പോഴും ഞാൻ എയർപോർട്ടിലൊന്ന് നിൽക്കുക, എന്റെ ഹണിമൂണിന്റെ സമയത്ത്. അപ്പത്തേക്ക് എനിക്ക് ഒരാളോട് ഓടി വന്നിട്ട് പറഞ്ഞു, അതെ ലാലേട്ടൻ ചില ഫിലിം വരും, എന്നെ വിളിക്കും, കാരണം അടി കിട്ടിയാളല്ലേ. അപ്പൊ ലാലേട്ടൻ ഇപ്പോഴും തന്നെ ഓർത്തിരിക്കും. അപ്പൊ എല്ലാരും കാണുമ്പോഴത്തേക്കും ഇത് മറ്റേ സ്കൂളിൽ പറഞ്ഞ പോലെ, സ്കൂളിൽ നമ്മൾ പറയാ ബാക്ക് ബെഞ്ചറാണ്, ടീച്ചർമാർ എന്ന് ഓർക്കുന്നത് പോലെ ഇതിന്റെ ഇടയ്ക്ക് അസ്വാഭാവികമായിട്ടുണ്ടായിട്ടുള്ള കാര്യത്തെ എന്നും ഓർത്ത് വെക്കുന്ന ഒരു സംഭവമാണ്. അകത്തുണ്ടായിരുന്നിട്ട് ഭയങ്കര സൗഹൃദമായിട്ട് പുറത്ത് വരുമ്പോൾ ഗെയിമിന്റെ ഭാഗം മാത്രമായി കണ്ടിരുന്നവർ അത് കഴിയുമ്പോൾ വിടും. തീർച്ചയായിട്ടും ഇനി അകത്ത് ഭയങ്കര ശത്രുക്കളായിരുന്നിട്ട് പുറത്ത് വന്നിട്ട് പക്ഷെ ഭയങ്കര മിത്രങ്ങളായിരുന്നവരുണ്ട്. അത് കണ്ണിന് കുറച്ചുകൂടി ഇഷ്ടമുള്ള കാഴ്ചയാണ് അല്ലെ തോന്നുന്നത്. ഇങ്ങനെ ഉണ്ടായിട്ടുള്ള 2 വേർഷൻ ഏതാ ശരിക്കും സിജോനി? എനിക്ക് തോന്നുന്നു ഞാൻ ഇതെവിടെയും പറഞ്ഞിട്ടില്ല. അതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കൂട്ടായിട്ടിരുന്ന അർജുനാണ്. അപ്പോ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അതെനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്റെ കല്യാണത്തിന് അർജുൻ ഒന്ന് പള്ളിയിൽ വന്നു. അപ്പോ ഞാൻ എന്റെ കല്യാണത്തിന് എനിക്ക് ഇപ്പോഴും ഓർമ്മ, ആ ഫുട്ടേജ് സോഷ്യൽ മീഡിയയിലേക്ക് ഇപ്പോഴും ഉണ്ടാവും. ഞാൻ ഇങ്ങനെ കാഴ്ചവെപ്പെന്ന് പറഞ്ഞാൽ നമുക്കൊരു ചടങ്ങുണ്ട്, അത് ചെക്കനും പെണ്ണും ഇങ്ങനെ കാസയും വീഞ്ഞും ഒക്കെ ആയിട്ട് സംഗീതത്തിലൂടെ ചെല്ലുന്ന പടമാണ്. അപ്പൊ ഞാൻ ആ സമയത്ത് എന്റെ കൂടെ എന്റെ വൈഫ് ഉണ്ട്. അപ്പൊ ഞാൻ അർജുനെ കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ എന്റെ വൈഫിന്റെ അടുത്ത് നോടി വന്നിട്ട് അർജുന്റെ അടുത്ത് പോയി മിണ്ടിയിട്ട് ഷെയ്ക്കാൻ എടുത്ത് അളിയടാ നീ കാണണം. കാരണം അർജുൻ എന്റെ അടുത്ത് എപ്പോഴും തമാശയായിട്ട് കാര്യം പറയുമായിരുന്നു, എടാ നിന്റെ കല്യാണം ആകുമ്പോഴത്തേക്കും, കാരണം എന്റെ കല്യാണത്തിന്റെ കാര്യം ഞാൻ ബിഗ് ബോസ് വെച്ചിട്ട് സായി എടുത്തും അർജുന്റെ അടുത്തൊക്കെ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യും, ഗബ്രി അടുത്തൊക്കെ. അപ്പൊ ഇവരെനിക്ക് പറഞ്ഞ കാര്യം, നിന്റെ കല്യാണത്തിന് ഉപ്പ് വിളമ്പാൻ ഞാനാണ് ഫ്രണ്ടിൽ എന്ന് പറയായിരുന്നു. അപ്പൊ എന്റെ നോർമലി ശരിക്കും ഈ ഓഫറിംഗ് സമയത്ത് ആരും പുറത്തേക്ക് പോവില്ല, അങ്ങനെ നിൽക്കുവാണ്. അപ്പൊ ഞാനിത് എന്റെ ഏറ്റവും നല്ല സുഹൃത്തിനെ കണ്ട എക്സൈറ്റ്മെന്റിലാണ് നമ്മൾ ഓടി അങ്ങോട്ട് ചെല്ലുന്നത്. എനിക്ക് ഹേർട്ടായി പോയത് അവിടെയാണ്. അപ്പോ ഇത് ബിഗ് ബോസ് വെച്ചിട്ട് എപ്പോഴും ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്തിട്ട് എന്റെ നിശ്ചയത്തിന് വന്നില്ല. എന്റെ ബാച്ചലേഴ്സ് പാർട്ടിക്കും എന്റെ മനസ്സമ്മതത്തിനൊന്നും പുള്ളിക്കാരൻ വന്നില്ല. അപ്പൊ എനിക്ക് പറഞ്ഞോടാ എനിക്ക് തിരക്കുണ്ട്, എനിക്ക് ഇനോഗ്രേഷൻ ഉണ്ട്, അതിന്റെ കാണിച്ചു തന്നു. അപ്പൊ ഞാൻ വിചാരിക്കുന്നുണ്ടാ കല്യാണത്തിന് ഉണ്ടാവും. അപ്പൊ കല്യാണത്തിന് വരുന്നു, പള്ളിയിൽ വരുന്നു, പിന്നെ നോക്കുമ്പോൾ ആളെ കാണാനില്ല. അതായത് എന്റെ ആ ഒരു കാഴ്ചവെപ്പ് ചടങ്ങ് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും
അർജുൻ എന്ന് പറയുന്ന ആളവിടെ ഇല്ല. ഇല്ല. ആ. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നിങ്ങൾ ആ ഫുട്ടേജ് ഞാൻ പറയാണ്, ഫുട്ടേജ് ചെക്ക് ചെയ്താൽ എൻ്റെ കാറ് എനിക്ക് ഓപ്പൺ ആക്കി തരുന്നത് സായിയാണ്. ഓക്കെ. ലൈക്ക് എൻ്റെ ഒരു ബ്രദറിൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് എൻ്റെ കാർ ഓപ്പൺ ചെയ്ത് തരുന്നതും എന്നെ അങ്ങനെ പള്ളിയിൽ നിന്ന് ചടങ്ങിലേക്ക് എത്തിക്കുന്നവരെ, നമ്മുടെ ആ ബീച്ചിൻ്റെ അവിടെ എത്തിക്കുന്നവരെയൊക്കെ സായിയാണ്. അപ്പം അർജുനെ നോക്കുമ്പോഴത്തേക്കും അവിടെ ഇവിടെ ഇല്ല. ഓക്കെ. അപ്പൊ ഞാൻ അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നൈറ്റ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ആ. അദ്ദേഹത്തിന് ഇന്ന് വരാറുന്നല്ലോ, ഐ മീൻ അതെ. ആ ഒരു പരിപാടിക്കെങ്കിലും വരാം. ആ. അപ്പൊ നമുക്കത് ഭയങ്കര ഹേർട്ട് ആയിട്ടുണ്ട്. ഓക്കെ. നമ്മൾ അന്ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്ന വ്യക്തി അതെ അതെ കാണാതാവുന്നതിന്റെ അതെ. വിഷമം. കാരണം ഇപ്പൊ ഞാൻ ബിഗ് ബോസിനകത്ത് വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ സൗഹൃദം ഉണ്ടായിരുന്ന അർജുനായിട്ടാണ്. ഓക്കെ. അതായത് ഇപ്പോൾ സായിയായിട്ട് സൗഹൃദം ഉണ്ടെങ്കിൽ തന്നെയും സായിയേക്കാൾ കൂടുതൽ അർജുനായിട്ട് സൗഹൃദം ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ട്. കാരണം എന്ന് വെച്ചാൽ സായി ഇടക്ക് വെച്ച് വന്ന ആളാണ്. ഓക്കെ. അല്ലേ? വൈൽഡ് അർജുൻ കാർഡ്. ഡേ 1 തൊട്ട് നമ്മുടെ ആ. കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ നമുക്ക് ആ ഒരു ഇപ്പോഴും ഞാൻ അർജുനെ കുറ്റപ്പെടുത്തുന്നതല്ല, ബിക്കോസ് നമുക്കത് ഹേർട്ട് ആയിട്ടുണ്ട്. ഓക്കെ. അദ്ദേഹത്തിന് അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ആ. അപ്പോൾ എനിക്ക് എൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ജസ്റ്റ് വരിക, പോവുക, പിന്നെ അങ്ങനെ ഒരാള് ഇല്ല. ഓക്കെ. അപ്പൊ പിന്നെ നമ്മൾ ആലോചിച്ചിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ വളരെ എന്തുകൊണ്ടാണ് ആ സീസണിനപ്പുറത്തേക്ക് ആ സൗഹൃദം തുറന്നു പോകണമെന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ പലപ്പോഴാണെങ്കിൽ പോലും ബിഗ് ബോസ് വിശേഷങ്ങൾ പറയുന്ന സമയത്ത് അതിലത്തെ മുൻ കണ്ടസ്റ്റൻസ് അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അതെ, ചിലപ്പോൾ അത് വിമർശനമായിരിക്കാം, ചില പരാമർശങ്ങൾ വന്നേക്കാം. അതെ. ഇപ്പോൾ അർജുൻ്റെ സൈഡിൽ വരുമ്പോൾ സമയത്താണെങ്കിൽ പോലും ഇപ്പോൾ ഓൺലൈൻ മീഡിയ വരുന്ന സമയത്ത് സംസാരിക്കുമ്പോൾ അത് അവരുടെ ഗെയിം രീതിയിലേക്ക് ഒഴിഞ്ഞു മാറലാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് മുൻ സീസണിൽ 5-ലാണെങ്കിലും ഓക്കെ, സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് അതിൻ്റെ പേരുകളോ ബന്ധങ്ങളോ കണക്ഷൻസോ ഈവൻ ബയോയിൽ പോലും ആ സംഭവങ്ങൾ കൊടുക്കുന്ന താല്പര്യമില്ല എന്ന് പറയുന്നവർ കണ്ടിട്ടുണ്ട്. അതെ. അങ്ങനെ കാത്തു സൂക്ഷിക്കുന്നതാണെന്ന് തോന്നുന്നുണ്ടോ ശരിക്കും? അങ്ങനെയാണോ ശരിക്കും കുറെ കൂടി ഇങ്ങനെ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് അതിനപ്പുറത്തേക്ക് അത് തുറന്നു പോകേണ്ടതില്ല എന്നുള്ളൊരു ചിന്ത? അല്ല, സൗഹൃദങ്ങൾ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ ചില ആൾക്കാർ ബയോയിൽ വെക്കാണ്ടിരിക്കാം. ഇപ്പൊ ഞാൻ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരാളായിട്ട് എനിക്ക് അറിയാൻ താല്പര്യമില്ല. ഇപ്പൊ ഞാനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനു മുന്നേ സിനിമയിൽ അഭിനയിച്ച ആളാണെന്നുണ്ടെങ്കിൽ ആക്ടർ എന്നായിരിക്കും ചിലപ്പോൾ ഒരു വെക്കുക. പക്ഷെ സൗഹൃദങ്ങൾ അങ്ങനെയല്ല. ഇപ്പൊ നമ്മളവിടെ ഒരുപാട് ദിവസങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആൾക്കാരാണ്, അല്ലെ? നമ്മളവിടെ ഒരുപാട് കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ നമ്മൾ ഈ ബിഗ് ബോസ് പോയ ആൾക്കാർക്ക് മാത്രമേ അതിന്റെ ഫീൽ അറിയാൻ പറ്റുള്ളൂ. ഈ ഒരു വേൾഡേ അല്ല, അവിടെ വേറൊരു ലോകമാണ്. അപ്പൊ അവിടുന്ന് ആ സൗഹൃദം കാത്തു സൂക്ഷിച്ചിട്ട് പുറത്തിറങ്ങുമ്പോഴത്തേക്കും അവര് ഒന്നുമേ ഇല്ലാന്ന് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കും, ഇപ്പം ഞാൻ ഒരിക്കലും ഇപ്പം കോളേജിൽ പഠിച്ച കൂട്ടുകാരോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ച കൂട്ടുകാരോ നമ്മുടെ നാട്ടിലുള്ള കൂട്ടുകാരായിട്ട് നമ്മളൊരു 10-50-100 ദിവസം ഒരുമിച്ച് താമസിച്ചിട്ടൊന്നുമില്ല. ഒരുമിച്ച് താമസിച്ച് ഉണ്ട് ഉറങ്ങി തിന്ന്, അല്ലേ? അപ്പൊ അങ്ങനെ നിന്നിട്ട് ഈ സ്വിച്ച് ഇട്ട പോലെ മാറുമ്പോൾ നമ്മൾ തന്നെ ഇതെന്താടാ ഇങ്ങനെ, നമുക്കൊരു ആൻസർ ഇല്ല. മേ ബി അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള തിരക്കുകൾ കൊണ്ടായിരിക്കാം, മറ്റു കാര്യങ്ങളായിരിക്കാം. അർജുനോട് എന്തുകൊണ്ട് വന്നില്ല? അല്ല, അങ്ങനെ ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ചോദിക്കണ്ട. ബിക്കോസ് ഇപ്പോൾ നമ്മുടെ അടുത്ത് അങ്ങനെ ആ ഒരു അടുപ്പം പുറത്ത് കാണിക്കാതിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിന്റെ കംഫർട്ട് സോൺ ഇതായിരിക്കാം മേ ബി. അപ്പൊ അത് അങ്ങനെ തന്നെ പൊക്കോട്ടെ. നമ്മൾ എന്തിനാണ് ഒരാളെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഇപ്പോൾ നേരത്തെ ഇപ്പോൾ റോഹൻ ബ്രോ പറഞ്ഞ പോലെ അത് ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ താല്പര്യം ഉണ്ടാവത്തില്ല. അത് ക്യാരി ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ആ സൗഹൃദം വേണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പേര് വേണ്ട. ഇപ്പൊ നമ്മളൊക്കെ ഓരോരോ ഇഷ്യൂസിലൊക്കെ എന്റെ പേര് വരാറുണ്ട്, അല്ലേ? ഇപ്പൊ ചില ഇഷ്യൂസ് ഉദ്ദേശിക്കുന്നത് ഒരു കോൺട്രവേഴ്സിയിലൊക്കെ നമ്മുടെ പേരുകൾ വരാറുണ്ട്, തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവാം ഈ തർക്കത്തിനൊക്കെ ഒരു പക്ഷേ ഞാനും ആൻസർ ചെയ്യേണ്ടി വരും. ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്കൊരാള് ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെടുന്ന ഒരാൾ എനിക്കൊരു വീഡിയോ അയച്ചു. ആ വീഡിയോക്കകത്ത് സിജോ, സായി, ഇഷ്യൂ, ജിൻഡോ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനത് അറിയാറില്ല, എനിക്കിത് മേ ബി അത് അദ്ദേഹം ഫോളോ ചെയ്യുന്നില്ലായിരിക്കാം. ഞാൻ ഇപ്പോഴും ജെന്യുവനായിട്ട് അങ്ങനെ പറയുന്നുള്ളൂ. അത് ഫോളോ ചെയ്യുന്നില്ലായിരിക്കാം. ഞാൻ ഫോളോ ചെയ്തിട്ട് ആൻസർ പറയണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ പക്ഷേ അങ്ങനെ വേണ്ട, ഒരു കോൺട്രവേഴ്സി വേണ്ട, അല്ലെങ്കിൽ അത് വേണ്ട, വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് പോയാൽ മതി എന്നായിരിക്കും. ഞാൻ മനസ്സിലാക്കിയ അർജുൻ എന്ന് പറയുന്നത് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് മാത്രം പോകാൻ ആഗ്രഹിക്കുന്ന, ഒരു പ്രശ്നങ്ങളിനകത്ത് ഇടപെടാൻ താല്പര്യമില്ലാത്ത, സ്വന്തം ഞാൻ എൻ്റെ കാര്യം നോക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം മേ ബി പുള്ളി ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. എന്താ ശരിക്കും സിജോന്റെ ഒരു POV നോക്കുന്ന സമയത്ത് എന്താ കുറവുകൂടെ നല്ലത്? ഇത്രയും 100 ദിവസത്തെ സംഭവം ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് പല മേഖലയിൽ നിന്ന് വന്നവരെ ഇത് മാത്രമായി കൂടുന്നു. ഇതിനപ്പുറത്തേക്ക് ഇതെല്ലാം പാർട്ട് ഓഫ് ഗെയിം എന്ന് പറഞ്ഞ പോലെ ഇതിനപ്പുറത്തേക്ക് ഇത് കൊണ്ടു നടക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഈ സൗഹൃദം സംഭവിച്ചു അത് തുടർന്നും കാണണം, മനുഷ്യരല്ലേ, മനുഷ്യത്വം വേണ്ടതല്ലേ, എന്താ കുറെ കൂടി വേണം എന്ന് തോന്നുന്നത്? അല്ല, എന്റെ ആംഗിൾ എന്ന് പറയുന്നത് സൗഹൃദം വേണമെന്നല്ലേ. കാരണം അല്ല, അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോ കോളേജിൽ പഠിച്ച കൂട്ടുകാർ ഉപേക്ഷിക്കണം, അല്ലേ? ഇപ്പൊ നമുക്ക് ചിന്തിച്ചാൽ പോരെ, കോളേജ് പഠിക്കുമ്പോഴത്തേക്ക് ആ കൂട്ടുകാർ വേണം, അത് കോളേജിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, പിന്നെ കളയാന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ശരിയല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ തിരക്കുണ്ടാവാം, വലിയ വേറെ പല കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതുകൊണ്ടാണ് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ എന്റെ വ്യൂ പോയിന്റ് അങ്ങനെയല്ല. എനിക്ക് സൗഹൃദങ്ങൾ വേണം, എന്നാലല്ലേ ഇപ്പൊ എനിക്ക് നാളെ ഒരു പ്രോബ്ലം ഉണ്ടായി, എനിക്ക് വിളിച്ച് സങ്കടം പറഞ്ഞ ആൾ വേണ്ടേ? ഇപ്പൊ മനുഷ്യന്മാരല്ലേ, നമുക്ക് നാളെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പൊ എന്റെ വ്യൂ പോയിന്റ് അങ്ങനെയല്ല. നമ്മളൊരാൾക്ക് അങ്ങോട്ട് എന്ത് കൊടുക്കുന്നു അത് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ആ കൊടുക്കുന്നത് ഞാൻ നിർത്തും, അങ്ങനെ ചിന്തിക്കുന്ന ആളാണോ? അല്ല, അങ്ങനെയല്ല. ഇപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പൊ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. എനിക്ക് അയാൾ മോശക്കാരനാണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഇപ്പോഴും പറഞ്ഞതാണ്, അയാൾ മോശക്കാരനാണെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഇത്രേ ഉള്ളൂ. അതായത്
നമുക്കത് ഹേർട്ടാണ്, ഉം. നമുക്കത് വിഷമമായ ഒരു കാര്യമാണ്. ഉം. ഇപ്പോൾ അത് ആ വിഷമം നമ്മൾ ഓപ്പൺ ആയിട്ട് പറയുന്നതേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് പുള്ളി മോശക്കാരനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഉം. അദ്ദേഹത്തിന്റെ ഒരു വ്യൂ പോയിന്റിൽ സൗഹൃദം ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ നാളെ എനിക്കൊരു ആവശ്യം വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഓടി വരുമായിരിക്കാം. ഉണ്ടായിരിക്കാം. ചിലപ്പോൾ എനിക്ക് നാളെ എന്തെങ്കിലും എൻ്റെ ഒരു ഫംഗ്ഷൻ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഓടി വരുമായിരിക്കാം. ഉം. അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ എനിക്കൊരു എന്താ പറയണ്ടേ, സങ്കടം വന്നാലോ സന്തോഷം വന്നാലോ ചിലപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്തേക്കാം. ആ. അങ്ങനെ വന്നേക്കാം. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതല്ല. ഉം. ചിലപ്പോൾ അതിന്റെ പ്രതീക്ഷയുടെ പ്രോബ്ലം ആയിരിക്കും. ആയിരിക്കാം. അല്ലെങ്കിൽ ഞാൻ കണ്ട് ശീലിച്ചിട്ടുള്ള ഞാൻ ഫോളോ ചെയ്ത് വന്ന സൗഹൃദം അങ്ങനെ ആയിരുന്നില്ല. ചില അമിത പ്രതീക്ഷകൾ നമുക്ക് നിരാശ തരും എന്ന് പറഞ്ഞ ആ, പോലെ അതെ അതെ. അല്ലെ? അല്ല, ആ നിരാശയിൽ നമ്മൾ സ്റ്റക്ക് ഓൺ ഇല്ല. ചെയ്യണമെന്നും നമുക്ക് പക്ഷേ ഈ താല്പര്യമില്ല. പലപ്പോഴും സിജോന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ മറ്റേ ചില കാര്യങ്ങളിൽ വെട്ടൊന്നും മുറി രണ്ട് എന്നുള്ള ആ. രീതിയിലേക്ക് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കല്യാണം വരുന്ന സമയത്ത് ഞാൻ തന്നെ ചോദിച്ചു സിജോ, എന്തായി നമ്മൾ ഇതിന് മുമ്പത്തെ ഇന്റർവ്യൂല് റോക്കി എന്തുകൊണ്ട് വിളിച്ചില്ല എന്നുള്ള അതെ ചോദ്യം. അതെ അപ്പോൾ അവിടെ ഉത്തരം വളരെ ക്ലിയർ ആണ്, വിളിച്ചില്ല, അതിന്റെ ആവശ്യമില്ല എന്ന് അതെ പറഞ്ഞു അതെ. കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ പോലും ആവശ്യമില്ല എന്ന് പറഞ്ഞു കൊടുത്ത് മുറിച്ചിടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കുറേ നമ്മൾ ഒന്നിനെ ശ്രമിച്ചു, അല്ലെങ്കിൽ കുറേ അതിന് നമ്മൾ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞിട്ട് ഒരിക്കൽ അത് ഇല്ലാതെയാകുമ്പോൾ അത് വേണ്ടതില്ല എന്ന് തീരുമാനം എടുക്കാൻ വളരെ പെട്ടെന്ന് പറ്റുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ മതിയാകുന്നുണ്ട്. ഉണ്ട്. ബിക്കോസ് ഇപ്പൊ നമ്മൾ ചോദിക്കട്ടെ, ഇപ്പൊ ഞാനെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഉം. അല്ലേ, ഇപ്പം എനിക്ക് ഒരുപാട് സങ്കടപ്പെട്ട് പോകാനായിരിക്കത്തില്ല ഞാൻ ആഗ്രഹിക്കുക. ഉം. എന്റെ സന്തോഷങ്ങളാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഉം. അപ്പൊ നാളെ എനിക്കൊരു പ്രോബ്ലം വന്നാലോ ഒബീസിലി എന്റെ കൂടെ ഉം. ഇപ്പൊ എന്റെ സുഹൃത്തുക്കൾ ഉണ്ടാവും ഞാൻ വിശ്വസിക്കാം. എങ്കിൽ തന്നെ അൾട്ടിമേറ്റ്ലി എന്റെ കാര്യത്തിന് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ. എനിക്ക് സങ്കടങ്ങൾ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. ഉം. അപ്പം നമ്മളെ വേണ്ടാത്ത ഒരാൾ, അല്ലെങ്കിൽ ഉം. നമ്മളായിട്ട് സഹകരിക്കാത്ത ഒരാൾ, ഉം. അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരാൾ, ഉം. അല്ലെങ്കിൽ നമുക്ക് നാളെ നല്ലത് ചെയ്യില്ല എന്ന് ഉറപ്പുള്ള ഒരാൾ, ഉം. അത് ഒരു വ്യക്തിയാണെങ്കിൽ അത് ഉം. അവിടെ കളഞ്ഞേക്കുക. ഉം. നമ്മൾ എന്തിനാണ് വെറുതെ അതിനെ കൊണ്ടു നടക്കുന്നത്? ഉം. കൊണ്ടു നടക്കുന്നതുകൊണ്ട് നമുക്ക് പ്രയോജനമൊന്നും ഇല്ലല്ലോ. അപ്പൊ കളയുന്നത് ഏറ്റവും ബെറ്റർ. അതെ. അടുത്ത സ്കൂളിലെ പിള്ളേരും വന്നു. തിരിച്ച് സ്കൂളിലോട്ട് പോകുമ്പോ എന്ത് മാറ്റാ ഉള്ളെ? അല്ല, അതിനകത്ത് ഇത്തവണത്തെ ഷോയാണ് ഉദ്ദേശിക്കുന്നത് യെസ്. അല്ലേ? നമ്മൾ ഇത്തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബിഗ് ബോസ് ഡെയിലി കാണുന്നുണ്ട്, ആ. അത്യാവശ്യം ലൈവ് ഒക്കെ കാണുന്നുണ്ട്. ആ. അപ്പൊ നമ്മളിപ്പോ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഷോ ആയിട്ട് കമ്പയർ ചെയ്യുമല്ലോ, ആ. സീസൺ 6 ആയിട്ട് നമ്മൾ ആ. കമ്പയർ ചെയ്യും. അപ്പൊ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നെഗറ്റീവ് പറഞ്ഞവർ പറയും, നീ അവിടെ പോയിട്ട് എന്താടാ കാണിച്ചൊരു ചോദ്യം കാണിച്ചേച്ചിരിക്കും. ആ. ഉറപ്പായിട്ടും വരും. ഇനിയിപ്പോ നമ്മള് ഈ സീസൺ അത്ര പോരാന്ന് പറഞ്ഞാൽ പറയും, നിന്റെയൊക്കെ സീസണേക്കാളും കൊള്ളാടാ എന്നുള്ള എന്നും സാധനം. പറയും. പക്ഷെ നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീസണിലുള്ള മത്സരാർത്ഥികളെ അവർക്ക് തന്നെ അവിടെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അവർ തന്നെ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ് ഓക്കെ. ആ. പലപ്പോഴും. ആ. അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി കോണ്ടന്റ്, ഇപ്പൊ എന്റെ സീസൺ ഒരിക്കലും ഒരു ക്വാളിറ്റി സീസൺ ആണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ഉം. ഒരുപാട് ഉം. ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഉം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സമൂഹത്തിന് മാതൃകയാക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സീസണിൽ ഉം. സംഭവിച്ചിട്ടുണ്ട്. ഉം. ഇപ്പോൾ ഒരു വിന്നറായ വ്യക്തിയെ പോലും ഉം. ഇപ്പൊ നമ്മൾ ആ വ്യക്തിയായിട്ട് ഞാൻ സഹകരിക്കാറില്ല. ഓക്കെ. പക്ഷെ അത് ആ വ്യക്തി സഹകരിക്കുന്ന ആൾക്കാരുണ്ടാവാം, ആ വ്യക്തി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. ഉം. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. ഉം. പക്ഷേ ഈ സീസണിലേക്ക് വരുമ്പോഴത്തേക്ക് അത് മാത്രമല്ല, ഉം. ഒരുപാട് പ്രോബ്ലംസ്, ഇങ്ങനെ ക്വാളിറ്റി ഇല്ലാത്ത ഒരുപാട് സ- കോണ്ടന്റുകൾ ഓക്കെ. അത് എല്ലാ വീക്കിലും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ ലാസ്റ്റ് വീക്കിലാണെങ്കിൽ തന്നെയും ഷാനവാസ് നെവിൻ ഇഷ്യൂവും, അല്ലെങ്കിൽ ആര്യൻ റെന ജിസയിലും ഫാത്തിമ റെന ഇഷ്യൂ, ആ. അത് ചർച്ച ആര്യൻ ചെയ്തില്ല. ജിസയിലും അത് സംഭവം പുറത്തേക്ക് വന്നില്ല. പിന്നെ അതിപ്പം ആര്യൻ ആര്യൻ ജിസയില് റെന പിന്നെ ഇത് ആ പുറത്തേക്ക് കേട്ടില്ല. അത് ചർച്ച ചെയ്തില്ല ആ വിഷയം. അതെ. ബിക്കോസ് അതിന് മുന്നേ 2-3 ഇഷ്യൂ ഇതേപോലെ ഒട്ടുമേ ക്വാളിറ്റി ഇല്ലാണ്ട്, ഇപ്പൊ ലക്ഷ്മി പറഞ്ഞ ആദില നൂറ ഇഷ്യൂ, ആ. അല്ലെങ്കിൽ ഒണിയലിന്റെ കാര്യത്തിൽ ലക്ഷ്മി മസ്താനി അതെ, സ്വീകരിച്ച വിഷയം. കാര്യങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ അതിനു മുമ്പേ ആര്യൻ ജിസയിലിന്റെ കാര്യത്തിൽ അനുമോള് അനുമോള്. എടുത്ത നിലപാട്, ഇതൊക്കെ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നൊരു സീസണിൽ 5-6 സീസൺ ഉണ്ടാകേണ്ട കുൽസിതങ്ങളെല്ലാം കൂടെ ഒറ്റ സീസണിൽ അങ്ങ് അടിച്ചു ശരിക്കും വെച്ചിട്ടുണ്ട്. ശരിക്കും ഇത് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതായത് അതിന്റെ അകത്തെ കുത്സിതങ്ങൾ ബാക്കിയുള്ള സീസണെ അപേക്ഷിച്ചിട്ട് കൂടുതലാണെന്നുള്ളതാണോ, അല്ലെങ്കിൽ മുൻ സീസണിൽ ഉണ്ടായിരുന്നത് പുറത്തോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണോ? ഏതായിരിക്കും ശരി? മേ ബി പുറത്തോട്ട് ഇപ്പൊ ഞങ്ങളുടെ സീസണകത്ത് ഉണ്ടായ കുൽസിതങ്ങൾ പുറത്തോട്ട് വന്നിട്ടില്ല. കുറെ ഇല്ല, കുൽസിത ഉണ്ട്. ഡയലോഗ്സ് ഒന്നും പുറത്തോട്ട് വന്നിട്ടില്ല. ചില ആൾക്കാർ പറഞ്ഞിട്ടുള്ള കുറെ വൃത്തികെട്ട സംസാരങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും പുറത്ത് വന്നിട്ടില്ല. ഉം. ഞങ്ങളകത്ത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പുറത്ത് വരും, ഓ. അപ്പൊ ആ വ്യക്തിയുടെ റിയൽ ഫേസ് എന്താണെന്ന് ജനങ്ങൾ അറിയുമെന്നൊക്കെ ഉം. ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ആ. പക്ഷെ ഈ സീസണിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ പ്രിപ്പയർ ചെയ്ത് വരും ചില ആൾക്കാർ. ഓക്കെ. ഈ ആ. പ്രിപ്പറേഷന്റെ പ്രശ്നം ഉണ്ടല്ലോ. ഉം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ ഷാനവാസിനെ എനിക്കിപ്പോ ഷാനവാസിന്റെ ഗെയിം ഇപ്പൊ ഇഷ്ടമാണ്. ആ. പക്ഷെ തുടക്ക സമയത്ത് ഷാനവാസ് ജിസയിലെ വസ്ത്രധാരണത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കുലപുരുഷൻ കുലപുരുഷൻ അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? ഇപ്പോൾ റോഹംപുറം എന്താണെന്ന് വെച്ച് നോക്കിയേ, ഇപ്പോൾ ഷാനവാസ് എത്രയോ സീരിയലിനകത്ത് അഭിനയിച്ച ഒരാളാണ് അല്ലേ, അല്ലെ എത്രയോ സിനിമയിലൊക്കെ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ജഡ്ജ്മെന്റിലേക്ക് പുള്ളി എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ബിഗ് ബോസിലേക്ക് വരുമ്പോഴത്തേക്കും എന്റെ ഫാമിലി ഓഡിയൻസ് ഞാൻ ഇങ്ങനെ പറഞ്ഞു, അതിനകത്ത് മെയിൻ ആയിട്ട് ഇപ്പൊ ജിസയിൽ എന്ന് പറയുന്ന ആൾ നമ്മുടെ മലയാളിയേ അല്ല അല്ലെ, അവരുടെ മുംബൈ ബേസ്ഡ് ആണ്. പക്ഷേ ഇവിടെ ആണ്, അതായത് മലയാളി തനിമ ഉള്ള ഒരു ലേഡി അല്ല. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർ ഒരു പക്ഷേ ഞാൻ പറയുന്നത് ഏറ്റെടുക്കുന്ന ഒരു ധാരണ വന്നേ. ഫസ്റ്റില് പുള്ളിക്ക് വിചാരം ഉണ്ടായേക്കാം. പക്ഷെ നേരെ തിരിച്ചടിച്ചേന്ന് തിരിച്ചടിച്ചു, അത് വേറെ കേസ്. പിന്നെ ഈ അനുമോളുടെ കാര്യമാണെങ്കിൽ തന്നെ ഇപ്പൊ അനുമോള് ഒരു കുലസ്ത്രീ ആയിട്ടാണ് ബിഗ് ബോസിൽ കംപ്ലീറ്റ്ലി നിൽക്കുന്നത്. മേ ബി പുള്ളിക്കാരത്തിന് ചിന്തിക്കുന്നുണ്ടാവാം ഇങ്ങനെ ഒരു സാധനം അടിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകർ. അപ്പൊ ഇവരിത് പ്രിപ്പയർ ചെയ്ത് വന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് ഇപ്പൊ ആരും ജിസയിൽ ഇഷ്യൂ അല്ലേ, എനിക്ക് തോന്നുന്നു അനുമോൾ ഇപ്പൊ വേറെ ലവ് കോംബോ ഉണ്ടെങ്കിൽ തന്നെയും, അതായത് ഇപ്പൊ ബിഗ് ബോസിൽ ഇപ്പൊ നമ്മൾ വേറെ ഒരു കോംബോ കാണുന്നില്ല, ഏത് കോംബോ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും അനുമോൾ ഈസാനോട് അടിക്കും. ബിക്കോസ് അനുമോളുടെ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ സാധനം അടിച്ചു കഴിഞ്ഞാൽ ഉം. അതങ്ങ് നെഗാവും, അല്ലെങ്കിൽ അവർക്ക് നെഗാവും, പ്രേക്ഷകർക്ക് സ്വീകാര്യത കിട്ടും, ഓക്കെ. എനിക്ക് കിട്ടുമെന്നൊരു ധാരണ ആ. എനിക്ക് തോന്നുന്നു അത് പഠിച്ചു വന്നേക്കാണ്. ഓക്കെ. അതുകൊണ്ടായിരിക്കാം ഈ സാധനങ്ങൾ ഇങ്ങനെ വന്നു. വരുന്നത്. ഉം. ഇപ്പൊ ലക്ഷ്മിയുടെ കാര്യം, ഉം. ലക്ഷ്മി അവിടെ ഈ ആതിര നോറയ്ക്കെതിരെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊന്നും ചെയ്തിട്ടില്ല, ഉം. അല്ലെങ്കിൽ അവരിപ്പോ ഒരു കമ്മ്യൂണിറ്റിയാണ് അവർ എതിർക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ അതെ. ഇപ്പോ സ്ത്രീകളെയും കുട്ടികളെയും ഫോക്കസ് ചെയ്യുന്ന ഒരു ഉം. കമ്മ്യൂണിറ്റി എതിർക്കുന്നതാണ് ഉം. ലക്ഷ്മിയുടെ ആ ഒരു അവരുടെ ഒരു കൂട്ടായ്മ പറയുന്നത്. ഉം. ആദില നൂറ അങ്ങനെ ഒരു ടോപ്പിക്കോട് ഓപ്പൺ ചെയ്തിട്ടില്ല, അല്ലേ? ഓക്കെ. വെറുതെ ഇരുന്ന പിള്ളേരാണ്. അതെ. അപ്പൊ ലക്ഷ്മി എന്താ ചിന്തിച്ചേ? ഈ സാധനം ലക്ഷ്മി പഠിച്ചു വന്നേക്കിയാ, അതെ. ഞാൻ ഈ സാധനം അടിക്കും. അടിക്കും. അപ്പോൾ ഈ പഠിച്ചു വന്നതിന്റെ പ്രശ്നമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ പക്ഷെ ചെയ്തത്. അങ്ങനെ പറഞ്ഞ ലക്ഷ്മി കമ്മ്യൂണിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിച്ച ഒരാൾ, അല്ലെങ്കിൽ വീട്ടിൽ കയറ്റാൻ കൊള്ളുന്ന ഒരാൾ പറഞ്ഞ അതേ ആൾ തന്നെ ഇപ്പോൾ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണെന്ന് ഞാൻ എൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിൽ പോലും ഇപ്പം നെവിനായിട്ടുള്ള സമ്പർക്കം ഇപ്പം പറയുന്ന ഒരാളാണ്, ഞാൻ പുരുഷനെ 50 മീറ്റർ മാറ്റി നിർത്തുള്ളൂ എന്ന് പറഞ്ഞ അതേ ആൾ തന്നെയാണ് മടിയിൽ കിടത്തിയിട്ട് അതെ അതെ ഇതായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും നിലനിൽപ്പിന് വേണ്ടിയിട്ട് പറഞ്ഞു പോകുന്ന സംഭവങ്ങളാണ്, അതിനപ്പുറത്തേക്ക് നിലനിൽപ്പിന് വേണ്ടി അതാ ഞാൻ പറഞ്ഞു, ഈ ആ. പഠിച്ചു വന്ന സാധനം ആ. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ പ്രശ്നമുണ്ട്. ആ. അതായത് ഇപ്പോൾ ലക്ഷ്മിയുടെ റിയൽ ക്യാരക്ടർ ഇങ്ങനെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഞാൻ തന്നെ എനിക്ക് കണ്ടിട്ടുണ്ട് ലക്ഷ്മിയുടെ 2018 ഒരു സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്തിട്ട്. ചെയ്യുന്നത്. ആ. അതിപ്പോൾ ഷിയാസ് ബ്രോ ഇൻസ്റ്റാഗ്രാം ഇട്ടത്, അതെ. ഞാനും സായും കൂടെയാണ് അത് മറ്റേ ആദ്യം ഞങ്ങൾ കാണുന്നത്. ആ. അപ്പോൾ ഞാൻ ഷിയാസ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല പിന്നീട് എനിക്ക് 2022 ഒരു സ്ക്രീൻഷോട്ട് ലക്ഷ്മിയുടെ കിട്ടിയിട്ടുണ്ട്, ഇതേപോലെ LGBT കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ. അവർക്ക് ഇതിനു മുമ്പ് സപ്പോർട്ട് ചെയ്യാം, ഉം. പിന്നീട് അവർ മാറിയതായിരിക്കും. മേ ബി അവർക്ക് എന്തെങ്കിലും ഒരു ചിന്ത വന്നിട്ടോ, ഓക്കെ. ഒരു പേഴ്സണൽ ആയിട്ടൊരു ഇഷ്യൂ വന്നിട്ടോ, അല്ലെങ്കിൽ ഓക്കെ. തിരിച്ചറിവ് ഉണ്ടായിട്ട് മാറിയതാണെന്ന് നമുക്ക് പറയാം. എങ്കിൽ തന്നെയും ആ. നേരത്തെ അങ്ങനെ ചിന്തിച്ച ആളല്ലേ. അത് മാത്രമല്ല, ഇപ്പൊ ലക്ഷ്മി അന്ന് ലാലേട്ടന്റെ എപ്പിസോഡിൽ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലക്ഷ്മിയുടെ വീട്ടിൽ മസ്താനോട് ലക്ഷ്മിയോട് സെയിം ചോദ്യം ചോദിച്ചു. ഉം. എനിക്ക് തോന്നുന്നു അഭിശ്രീ അങ്ങോട്ടാണെന്ന് ചോദിക്കുന്നത്. മസ്താനയുടെ വീട്ടിലാണെങ്കിൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അതെ. മസ്താൻ പറഞ്ഞു, ഞാൻ അവരെ മാറ്റി നിർത്തും എന്ന് പറഞ്ഞു. ലക്ഷ്മി പറഞ്ഞാൽ മാറ്റി നിർത്തില്ല എന്ന് പറഞ്ഞു. ആ. അതായത് സ്വന്തം വീട്ടിൽ ഒരു ഗേ ആയിട്ടുള്ളൊരു മകൻ ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു റിലേറ്റീവ് ഉണ്ടായാൽ, അതന്നെയാണ് അല്ലെങ്കിൽ- റിയാസ് ചോദിച്ചതും. അതെ, ആ. അപ്പോൾ സ്വന്തം വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളവരെ അതെ. ചേർത്ത് പിടിക്കും. അപ്പോൾ ഒരു നിലപാട്. ഉം. അപ്പുറത്തവന്റെ വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവരങ്ങെടുത്ത് കളയണം. അത് വേറെ നിലപാട്. അപ്പോൾ രണ്ട് നിലപാട് അവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അത് ഹൗസ് മേറ്റ്സ് ആരും തന്നെ അത് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല ലക്ഷ്മിയുടെ ആ ഒരു നിലപാടിനെ പറ്റി. കാരണം അത് ഒരു നിലപാടല്ലല്ലോ സ്വീകരിക്കുന്നത്. അതെ. ഇപ്പൊ എന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എനിക്കാണെന്നുണ്ടെങ്കിൽ എന്റെ ഭാഗമായിട്ട് വേണ്ടപ്പെട്ടവർക്കാണെന്നുണ്ടെങ്കിൽ അത് ഞാനത് എനിക്ക് കുഴപ്പമില്ല, കുഴപ്പമില്ല, നോർമലൈസ് ഞാനത് ചെയ്യും. കണ്ണടിക്കും. പക്ഷെ അപ്പുറം ആ, മറ്റുള്ള ആൾക്കാർക്കാണെങ്കിൽ എന്ത് ചെയ്യും? അവരെ തെറി വിളിക്കും, അവരെ വീട്ടിൽ കയറ്റാൻ കിടത്തില്ലെന്ന് പറഞ്ഞാൽ അവരെ കുറ്റം പറയും. പറ്റും. അപ്പൊ ഇങ്ങനെ അങ്ങനെ ചോദിച്ചുകൂടെ? അതായത് ഇപ്പൊ ലക്ഷ്മിയുടെ വീട്ടിൽ അങ്ങനെ ഒരു ഫാമിലി അങ്ങനെ ഒരു ആളുണ്ടായി, ആ. അവരെ വേറെ ആരുടെയും വീട്ടിൽ കയറ്റണ്ടേ? അതെ. അല്ല അവരെല്ലാരും വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കണോ? അപ്പൊ അവരെ പിന്നെ വേറെ ആൾക്ക് വീട്ടിൽ കയറാൻ പറ്റുമോ ആ, എന്നുള്ള കയറാൻ സാധനം. പറ്റൂ അല്ലേ? ലക്ഷ്മി പറയുന്നെന്താ, അതെ. ഞാൻ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നല്ല പറയണേ. അതെ. പക്ഷെ അത് ഹൗസ് മേറ്റ്സ് ചോദിച്ചില്ല. ഇത് അവിടെ പ്രശ്നമായത് കുറെ കൂടി തോന്നുന്നത് എങ്ങനെയാണ്, അവനവന്റെ പെർസ്പെക്റ്റീവില് എനിക്ക് എന്നുള്ളത് പറയാതെ ആര് നിന്റെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാൻ പറ്റാത്ത അങ്ങനെ മറ്റുള്ളവരുടെ പക്ഷം ചേർന്ന് പറയുന്നത് ഏതാണ് കുറെ കൂടി അത് വിഷയം കത്തിണ്ടാവും? എന്തുകൊണ്ടായിരിക്കും? അല്ല, അത് ടോട്ടലി റോങ് അല്ലേ? ഉം. ഇപ്പൊ അങ്ങനെ ഇപ്പൊ വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്കും അവരത്രയും വൃത്തി. ഇപ്പൊ ഞാൻ ഒരാളെ പറ്റി പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന്, ഞാൻ ജിൻഡോയെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഞാൻ കുറെ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞൊരു വാക്കാണ്. മേ ബി അതുപോലും നാളെ വിമർശിക്കപ്പെട്ടേക്കാം, ചിലപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആൾക്കാർ ഉണ്ടായേക്കാം. ഓക്കെ. പക്ഷെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് എന്താണ്, ഞാൻ കുറെ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാണ്, എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാണെന്ന് എനിക്ക് വേണമെങ്കിൽ വാദിക്കാം. ഉം. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? അതെ. ഇവിടെ ലക്ഷ്മിയോട് അവരെന്തെങ്കിലും പറഞ്ഞോ? ഉം. ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല. അവര് പൊതുസമൂഹത്തിന്റെ മുന്നിലും ബിഗ് ബോസിനകത്തും മറ്റുള്ള മത്സരാർത്ഥികളുടെ അടുത്ത് ലക്ഷ്മി എടുത്ത് ഒന്നുമേ അവര് പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ എന്തിനാ ലക്ഷ്മി ഇത് പറഞ്ഞു? അപ്പൊ എന്റെ വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാലും, ഞങ്ങളുടെ വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാലും, ആരുടെയും വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാലും അത് അതെ. തെറ്റ് തന്നെയാണ്. ഈ എപ്പോഴും സിജോയെ കാണുന്ന സമയത്ത് അകത്താണെങ്കിലും ബിബിക്ക് അകത്താണെങ്കിലും പുറത്താണെങ്കിലും പോലും ഭയങ്കര സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചൊരു റഫ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളായിട്ട് എന്നുള്ള രീതിയിലേക്ക് എപ്പോഴും കാണാൻ പറ്റാറുണ്ട്. ആക്ച്വലി ഞാൻ പാവമാണ്. അപ്പൊ ഞാൻ അതാ ചോദിക്കാൻ വരുന്നത്. അതായത് രണ്ട് രീതിക്ക് ഇതിനെ ആകാം. ഒന്നില്ലെങ്കിൽ ആ മനുഷ്യന് അത്രത്തോളം കല്ലാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ അവന്റെ ഇമോഷനെ അത്രയും പുറത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു മറയായിട്ട് മാറ്റാറുണ്ട്. ഈ മാസ്ക് റഫ് പരിപാടി മാസ്ക് ആണോ? റഫ് പരിപാടിയല്ല, അതെന്റെ സംസാര രീതിയാണ്. ആ. ഇപ്പൊ ചില ആൾക്കാർ, ഞാൻ എപ്പോഴും ഈ ആൾക്കാർ കമന്റ് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുമ്പോഴാണ് ഞാൻ കൂടുതൽ കമന്റ്സ് വായിക്കുക. അല്ലാണ്ട് ഞാൻ കമന്റ്സ് അങ്ങനെ വായിക്കാറില്ല. ഓക്കെ. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, ഇവൻ ഭയങ്കര ജാടക്കാരനാണ്, ഇവൻ ഭയങ്കര അഹങ്കാരിയാണ്. ഓക്കെ. അപ്പം ഞാൻ അഹങ്കാരിയാണോ? അപ്പൊ ഞാനിങ്ങനെ, കാരണം എന്റെ കൂടെ സഹകരിക്കുന്ന ആൾക്കാർ അങ്ങനെ പറയാറില്ല, ഞാൻ അഹങ്കാരിയാണെന്നോ ഒന്നും പറയാറില്ല. അപ്പോ പക്ഷെ എന്റെ സംസാര രീതി മേ ബി അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ഞാൻ ഒന്നാമത്തെ കാര്യം എല്ലാം വെട്ടി തുറന്ന് ഇങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞേക്കും. അല്ലെങ്കിൽ ആർക്ക് ഹേർട്ട് ആവുമോ ബുദ്ധിമുട്ടാവും. ഞാൻ എന്റെ സൗഹൃദങ്ങളിൽ അത് നോക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയി കഴിയുമ്പോഴത്തേക്കും മാന്യമായിട്ട് പെരുമാറാൻ ശ്രമിക്കാറുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ ഒരാൾ എനിക്ക് ചോദ്യം ചോദിക്കുകയാണ്, അയാൾ ചോദ്യം ചോദിക്കുന്നതിനാണ് ഒരു ഉത്തരം പറയാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ അവിടെ ഞാൻ വളച്ചു കെട്ടലിനേക്കാൾ നല്ല എന്താണ് ഉള്ള അങ്ങോട്ട് പറഞ്ഞേക്കുക. അതെ. അപ്പോൾ ചിലപ്പോൾ അത് എല്ലാവർക്കും ദഹിക്കണമെന്നില്ലല്ലോ. അതെ. ഇപ്പൊ നമ്മൾ ഈ ഇന്റർവ്യൂവിൽ ഇപ്പൊ ബ്രോ ഇപ്പൊ എന്റെ അടുത്ത് ഒരിക്കലും നമ്മൾ ഇപ്പൊ അർജുന്റെ കാര്യം എനിക്ക് ചോദിക്കുകയാണ്, ഞാൻ പോലും ചിന്തിക്കുന്നില്ല അതെ. ഈ വിഷയം ചോദിക്കുവോ. ആ. അപ്പൊ ഞാൻ ചിലപ്പോൾ ഇന്റർവ്യൂ കാണുമ്പോൾ ആലോചിക്കുമായിരിക്കും, അയ്യോ അങ്ങനെ പറയണ്ടായിരുന്നു അല്ലേ, പിന്നീട് ചിലപ്പോൾ പിന്നീട് ചിന്തിക്കുമായിരിക്കും. പക്ഷെ
എനിക്ക് ആ സമയത്ത് എനിക്ക് അങ്ങനെ പറയാനാണ് തോന്നിയെങ്കിൽ ഞാൻ അങ്ങനെ പറയാന്നുള്ളതാണ്. ഉണ്ട്. ഈ ചന്തു ഈ അടുത്ത് ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പുറത്തിരിക്കുന്ന സമയത്ത് ആൾക്കാര് വരില്ല. എന്നെ ഉം. കണ്ടാൽ ഭയങ്കര ജാടയാന്ന് ആ, തോന്നും. ആ, ആ. പക്ഷെ എന്റെ മനസ്സിൽ അങ്ങനെയല്ല. ദൈവമേ ഇവന്മാർക്കൊന്ന് ഫോട്ടോ എടുത്തൂടെ എന്ന് അതെ, അതെ, ചോദിക്കുന്നത് അതെ. പോലെ. അപ്പൊ പലപ്പോഴും എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡില് വരുമ്പോ ഈ ആളുകൾ കുറെ കൂടി സമ്പർക്കത്തിന് ഇടപെടാൻ വരുന്നത് കുറവാന്ന് തോന്നിയിട്ടുണ്ടോ? എന്റെ കാര്യത്തിലോ? ആ. അയ്യോ ഇല്ല, അങ്ങനെ ഇല്ല, ഇല്ല. ഇല്ല, ഇല്ല. ഞാനിപ്പോ ആരെങ്കിലൊക്കെ എന്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ അവരുടെ വിശേഷമൊക്കെ ചോദിക്കും, ആ. പേരൊക്കെ ചോദിക്കും. ഞാനങ്ങനെ ഇപ്പൊ ആരെങ്കിലും എന്റെ അടുത്ത് വന്നാ, ഇപ്പൊ ഉം. എല്ലാവരും 10 പേര് കണ്ടാൽ ഒരാളായിരിക്കും വരിക നമ്മളെ. ആ. എല്ലാവർക്കും ബിഗ് ഉം. ബോസ് അറിയണമെന്നില്ല, ഉം. സിജോനെ അറിയണമെന്നില്ല, ഉം. സിജോനെ ഇഷ്ടപ്പെടണമെന്നില്ല. ഉം. അപ്പൊ വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ അവരെ മാക്സിമം അവരായിട്ട് ഫോട്ടോ എടുക്കും, ഉം. അവരോട് സംസാരിക്കും. ഉം. ഞാൻ തന്നെ പറയും, ഉം. നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് പോയാൽ പോരെ എന്നൊക്കെ ഞാൻ അതെ. കയറി ചോദിക്കുകയൊക്കെ ചെയ്യും. ഞാൻ ചില സമയത്ത് ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മന്തി കഴിക്കാൻ വേണ്ടി കടയിൽ പോയേക്കാം. ആ. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു ഫാമിലി വന്നു. ഉം. അപ്പൊ ആ ഫാമിലി വന്നപ്പോഴത്തേക്ക് അവർ തോട്ടപ്പള്ളി നിന്നാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞു. ഉം. അപ്പൊ ഞാനിങ്ങനെ ആ ചേട്ടാ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ എനിക്ക് ഷെയ്ക്കാൻ തരാനൊന്നും പറ്റത്തില്ലല്ലോ. ആ. ഞാൻ അടുത്തേക്കാണ് ഇങ്ങനെ പിടിച്ചിട്ട് അവർ പോയപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്നു. ഓക്കെ. അവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പോവാ കേട്ടോ എന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞു അയ്യോ എന്തിനാ ഇങ്ങോട്ട് വന്നു, ഞങ്ങൾ അങ്ങോട്ട് വരുവാണെന്നല്ലോ. ഞാൻ പറഞ്ഞല്ല, ഞാനല്ല ആദ്യം പോണേ, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നെന്ന് ഓക്കെ. പറഞ്ഞു. ആ. ഞാൻ അങ്ങനെയാണ് ഞാൻ സാധാരണ പെരുമാറാൻ ശ്രമിക്കുക എല്ലാടിക്കലും. ആ. ബിക്കോസ് നമ്മളങ്ങനെ 10 പേര് അറിയപ്പെടാൻ കാരണം തന്നെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ആണ്. അതെ. ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിൽ വ്യക്തികൾ നമ്മൾ ആരും വലിയ ആകാനും പോകുന്നില്ല. ഓക്കെ. അപ്പം നമ്മളൊരാൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ആ മാന്യത കാണിക്കാം. അല്ലാണ്ട് ജാട ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ഇപ്പൊ തെറിച്ചു പോകും. നമ്മള് മറ്റേ ലാലേട്ടൻ ഇപ്പൊ അടുത്ത് പറഞ്ഞ പോലെ നമ്മള് കേറുമ്പോഴും അല്ലെ അവിടെ അതെ, ഒപ്പം അതെ. കാണാൻ തിരിച്ചിട്ട് അവരെ ഉണ്ടാവൂ എന്ന് പറഞ്ഞ പോലെ ആണ്. അത് ലാലേട്ടൻ. അതെ. ഞാൻ ഇത് നമുക്ക് തത്വങ്ങൾ പറയുമ്പോ അല്ലെ ആ, സത്യങ്ങൾ ആർക്കും പറയാം. ആണെങ്കിലും അതെ, അതെ. സംസാരിക്കാലോ എന്നുള്ളതാണ്.